എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നേന്ത്രപ്പഴവും ഓട്സും കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 നേന്ത്രപ്പഴം എടുക്കാം. അത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം നോക്കി എടുക്കാൻ ശ്രദ്ധിച്ചോളൂ. നേന്ത്രപ്പഴവും ഓട്സും ഒക്കെ ഹെൽത്തിന് ഒരുപാട് ഗുണമുള്ള സാധനങ്ങളാണ്. അതായത് 2 പഴവും ഇതേപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പഴം ഈ ഒരു രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പഴത്തിൻ്റെ പീസസ് ഒന്നും ഒട്ടും ഇല്ലാതെ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതേപോലെ അരച്ചെടുക്കാം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കുണ്ടെങ്കിൽ ഏലക്കയുടെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരു കുഞ്ഞ് ബോളായിട്ട് നമുക്കിനെ ഉരുട്ടിയെടുക്കാം. പിന്നീട് ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തി വേണമെങ്കിലും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് ചെറുതായിട്ട് പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പരത്തി ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡ് ഇതേപോലെ ഒന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എല്ലാം ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടുത്ത സൈഡും കൂടി ഇതേപോലെ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് 2 സൈഡ് നന്നായി പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിന് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് എണ്ണ തന്നെ മതിയാകും. എല്ലാ എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഈ ഒരു പരുവത്തിൽ ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പറഞ്ഞതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഓട്സും പഴവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇത് എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് കളറ് മാറും. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലാക്കിയിട്ടതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഇതും ഇതേപോലെ പരുവാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇതൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ചായയുടെ കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.